അസ്സലാമലൈക്കും കൂട്ടുകാരെ. ഞാനിന്ന് മഞ്ഞൾ പറിക്കാൻ പോവുകയാണ്. അല്ല, കുറച്ച് മഞ്ഞൾ ഇവിടെ നട്ടുണ്ട്. അതൊക്കെ വാടി ഉണങ്ങിയ പോലെ ആയിരിക്കണു. ഞാനത് പറിക്കാൻ വേണ്ടി അതൊന്ന് വെള്ളം ഒഴിച്ചിരിക്കുക, പറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞളൊക്കെ പറിച്ചു. അല്ല, ഞാൻ ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല മഞ്ഞളിന്. എന്നാലും എൻ്റെ മഞ്ഞൾ പറിച്ചപ്പോൾ തോനെ കടണ്ട്. ഓരോ കട നല്ല നല്ല കടകളാണ്. എന്തായാലും വലിയ സന്തോഷമായി തന്നെ. അധികം സ്ഥലത്തൊന്നും ഞാൻ നട്ടിട്ടില്ല, കുറച്ച് സ്ഥലത്തേ നട്ടിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഞാൻ നിങ്ങളോട് വീഡിയോയുടെ അവസാനം പറയാറുണ്ട്, പക്ഷേ നിങ്ങളതൊന്നും കാണാറില്ല തോന്നുന്നു. എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, എനിക്ക് സബ്സ്ക്രൈബ് ആരും ചെയ്യണില്ല. കുറച്ച് ആൾക്കാരൊക്കെ മനഃശാസ്ത്രം തോന്നിയിട്ടുണ്ട്. ചെയ്യാത്തവർ ചെയ്യട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും അല്ല, അതിലൊരു കൂവ പറിക്കാനുണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് വേണം പറിക്കാൻ. മഞ്ഞൾ പറിച്ചപ്പോൾ മണ്ണ് കിട്ടിയപ്പോൾ ഞാൻ കൊള്ളിക്കൊക്കെ ഇട്ട് കൊടുത്തത്. അത്രയും സ്ഥലത്താണ് ഞാൻ പറിച്ചിട്ടുള്ളൂ. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയും മഞ്ഞൾ കിട്ടിയേക്കണത്. ഇനി കുറച്ചും കൂടിയും പറിക്കാനുണ്ട്. കുറച്ച് ചേമ്പ് അല്ലേ, കുറച്ച് സ്ഥലം കൂടി മഞ്ഞൾ പറിക്കാണ്ട്. അത് പറിച്ചിട്ട് ഇനി നടുമ്പോൾ അത് നടാന്ന് വിചാരിച്ചിട്ടാണ്. ഇതുമ്പോൾ പണി കുറച്ചുണ്ട്. ഇതിൻ്റെ വേരൊക്കെ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഉണക്കാൻ. പിന്നെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് എടുത്തു കൊടുന്നാൽ മതി. ഇപ്പോൾ വേനൽക്കാലമായ കാരണം ഉണങ്ങി കിട്ടാൻ വിഷമമൊന്നുമില്ല. പക്ഷേ പണിയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മായം ചേർക്കാത്ത നല്ല പൊടി ഉപയോഗിച്ചൂടെ. നമ്മളിപ്പോൾ മഞ്ഞൾ മേടിക്കുന്നുണ്ട്, അതിലൊക്കെ എന്തൊക്കെ ചേർക്കണമെന്നൊന്നും നമുക്കറിയില്ല. ശുദ്ധമായതൊന്നും ആവില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല സാധനം ഉപയോഗിക്കാം. പ്രത്യേകിച്ചൊരു വളം ഇട്ട് കൊടുക്കാത്ത കാരണം, മഞ്ഞളിന് വെണ്ണീർ ഇട്ട് കൊടുക്കുക. അല്ലാതെ ഇപ്പം മഞ്ഞളിന് എന്ത് വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ വിൽക്കാനുള്ളതൊക്കെ വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ രാസവളമൊക്കെ കൊടുക്കാം. ചേമ്പ് പറിക്കുകയാണ്, കുറച്ച് ചേമ്പ് പറിക്കാന്ന് വെച്ചിട്ട്. കുറച്ച് കടയൊക്കെ ഉണ്ട് പറിക്കുമ്പോൾ. ഇനി വേനൽക്കാലം ആകുമ്പോൾ അതെല്ലാം പറിച്ച് ഇതിൻ്റെ തള്ളൊക്കെ അവിടെ എടുത്തേക്കണം. മുള വരുമ്പോൾ നട്ടു കൊടുത്താൽ. ചേമ്പിനും ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല. കുഴിച്ചിടുമ്പോൾ കുറച്ച് ചപ്പൊക്കെ അതിൻ്റെ അടിയിലിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചേമ്പിന് വെണ്ണീർ ഇട്ട് കൊടുക്കാൻ പാടില്ല. വെണ്ണീർ ഇട്ട് കൊടുത്താൽ ചേമ്പിന് കിഴങ്ങുണ്ടാവില്ല, വേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള വളങ്ങളുള്ള മണ്ണ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാലും കിഴങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് പറിക്കുമ്പോൾ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. മഞ്ഞൾ പറിച്ചിട്ട് കുറച്ച് ചപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുമ്പോൾ ചപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളക്കിട്ട് കൊടുക്കാം. ഒന്നും വേസ്റ്റാക്കി കളയണ്ട. എന്തെങ്കിലും ഉണ്ടായില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റൊന്നിന് വളം. ആ വളം തന്നെ ഇതിനൊക്കെ ചെയ്യണ്ട. അപ്പോൾ എൻ്റെ വിളവൊക്കെ എടുത്തത് ഇഷ്ടമായി.
അസ്സലാമലൈക്കും.